ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മഞ്ഞ പൊഴിച്ചു. എരിവയിൽ മേഘത്തണലായി, ഇരുളിൻ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മഞ്ഞ പൊഴിച്ചു. എരിവയിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് ആരാധനയുടെ ദിവസം കൂടിയാണ്. സത്യത്തിലും ആത്മാവിലും നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ അനുവദിച്ച് നൽകി തന്നിരിക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ വന്നിരിക്കുന്നതെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കുമ്പനാട്ടു നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം പറയുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിപ്പാൻ ഒത്തുകൂടുമ്പോൾ അതേ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞ ഒരു വചനമുണ്ട്. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഒത്തിരി ആളുകൾ കൂടുന്നതിലല്ല, കർത്താവിൻ്റെ നാമത്തിൽ 2 3 പേർ കൂടിയാലും അവരുടെ നടുവിലും, അല്ല ബഹുശതം ആളുകൾ കൂടിയാൽ അവരുടെ നടുവിലും ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള കൂട്ടായ്മകളിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്ന ദിവസം കൂടിയാണിത്. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഐസൻഹോവർ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സ്ഥാനാരോഹണ ചടങ്ങിൽ അമേരിക്കൻ പൗരന്മാരോട് അദ്ദേഹം പറയുകയാണ്, അമേരിക്കയിൽ നിന്ന് എന്ത് ലഭിക്കുമെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്ത് കിട്ടും, എന്ത് ലഭിക്കുമെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും, അമേരിക്കയ്ക്ക് എന്ത് കൊടുക്കുവാൻ സാധിക്കും, എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ചിന്തകളാണ് നിങ്ങളെ ഭരിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
ഞാൻ അതിനോട് ചേർത്ത് തന്നെ ഇപ്പോൾ പറയട്ടെ, കർത്താവിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രാപിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളൊക്കെയും നമ്മൾ പ്രാപിക്കുന്നുണ്ട്. നമുക്ക് വിടുതൽ വേണം, സൗഖ്യം വേണം, അനുഗ്രഹം വേണം, നന്മ വേണം, ഉയർച്ച വേണം, ഒക്കെ നമുക്ക് വേണമെങ്കിലും ദൈവത്തിന് കൊടുക്കുവാൻ എന്ത് കൊടുക്കാൻ തക്കവണ്ണം സാധിക്കും? ദൈവത്തിന് കൊടുക്കുവാനാണ് ഈ വിശുദ്ധ ആരാധനയിലൂടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് കൊടുക്കുക. ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലുമുള്ള ദൈവകൃപയുള്ള അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകി തരുന്നു. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവാണെന്ന് പറയുന്ന പ്രസിദ്ധമായൊരു ഗാനമുണ്ട്. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. ജീവൻ എന്നുള്ള വാക്ക് അത് സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ട് തന്നെ പറയുന്ന ഒരു വാക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമായിട്ട് വീണ്ടും പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അത് വെളിച്ചവും ജീവനും ചേർത്ത് വയ്ക്കുന്ന അതേ ദൈവജന ചിന്തകളായിട്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എവിടെ ജീവനുണ്ടോ അവിടെ വെളിച്ചമുണ്ട്, എവിടെ വെളിച്ചമുണ്ടോ അവിടെ ജീവനുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് നമ്മൾ വായിച്ചതിന് ശേഷമായിട്ട് 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അതേ ഉൽപ്പത്തി പുസ്തകം 1-3 വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അതെ, അങ്ങനെ വെളിച്ചമെന്ന് പറയുന്ന ആ വാക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന 3-ാമത്തെ വാക്യത്തിൽ കാണുന്ന ജീവൻ എന്നുള്ള വാക്യവും ആ പദവും ചേർന്നിങ്ങനെ പോവുകയാണ്. സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് വെളിച്ചം, സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് ജീവൻ. ആ പഠനമാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പറയാൻ തക്കവണ്ണം സാധിക്കും, വെളിച്ചമേ നയിച്ചാലും ജീവനെ നയിച്ചാലും, അതെ ജീവന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അതെ വെളിച്ചത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, ജീവന്റെ വ്യക്തിത്വം, വെളിച്ചത്തിന്റെ വ്യക്തിത്വം യാഹ്വേ യഹോവയായ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന, ദൈവത്തോട് ബന്ധപ്പെട്ട് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ബാര എന്നുള്ള എബ്രായ പദം. ബാര എന്നുള്ള എബ്രായ പദത്തിൻ്റെ അർത്ഥം സൃഷ്ടിക്കുക, സൃഷ്ടിപ്പെന്നുള്ള നിലയിലാണ് ബാര എന്നുള്ള എബ്രായ വാക്കിൻ്റെ അർത്ഥം. അതെ, സൃഷ്ടിച്ചു എന്നുള്ളതാണ്, സൃഷ്ടിതാവ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ പറയട്ടെ, ദൈവത്തോട് ബന്ധപ്പെടുത്തി മാത്രം ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ബാര എന്ന് പറയുന്നത്. റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അത് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്ന് റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? അത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ, ഒന്നുമില്ലായ്മെന്നും സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം. യസ് നിഹിലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന ഭര, സൃഷ്ടിക്കുന്ന ദൈവം. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു എന്ന് വായിക്കുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ, ഒന്നുമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഭര, സൃഷ്ടിക്കുന്ന നമ്മളുടെ ദൈവമായ കർത്താവ്. അതെ, ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് വാസ്തവത്തിൽ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ സൂചന നമ്മൾ കാണും. ആദ്യ ദൈവം ആകാശം മുമ്പ് സൃഷ്ടിച്ചു. പിന്നീട് വേദശാസ്ത്രികൾ പറയുന്നത് എപ്പോഴും ഭൂമി പാഴും ശൂന്യമായും ഇരുന്നെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തീർന്നു. യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി,
അവനതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ദൈവം പാഴും ശൂന്യമായിട്ട് ഒന്നും തന്നെയും സൃഷ്ടിച്ചില്ല. അത് സൃഷ്ടി വൃത്താന്തത്തോടുള്ള ഒരു വചനമാണ്. അതെ, ദൈവം തമ്പുരാൻ പാർപ്പിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നുള്ള അർത്ഥം നമുക്ക് എടുക്കുമ്പോൾ അതെ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ പാഴും ശൂന്യമായിട്ട് തീർന്നു. ആ പാഴും ശൂന്യമായി തീർന്ന ഭൂമിയിൽ ദൈവം പറയുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. സകലം അവൻ മുഖാന്തരം ഉളവായൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതെ, ജീവന്റെ ഉറവിടം, ജീവൻ, നിത്യജീവന്റെ ഉറവിടം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അതെ യേശു കർത്താവ് ആരാണെന്ന് യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ സത്യങ്ങൾ അതെ രേഖപ്പെടുത്തി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് ആരാണെന്ന് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആരെങ്കിലും മഹാന്മാരായിട്ടുള്ള ആളുകൾ യേശുവിനെക്കുറിച്ച് ഇന്ന കാര്യം പറഞ്ഞതുകൊണ്ട് അല്ല യേശു അങ്ങനെ ആയിരിക്കുന്നത്. യേശു ഒരു മഹത്വമുള്ള സമാനതകളില്ലാത്ത ദൈവമായിരിക്കുന്നത് ഏതെങ്കിലും നേതാക്കന്മാരോ ഗുരുക്കന്മാരോ പണ്ഡിതന്മാരോ ക്രിസ്തുവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല. യേശു കർത്താവ് എന്തായിരിക്കുന്നു അത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒത്തിരി വചനങ്ങൾ, കർത്താവ് പറഞ്ഞ വചനങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ തക്കൊണ്ടിയായിത്തീരുന്നുണ്ട്. കർത്താവിൻ്റെ അതേ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്നൊരു പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കർത്താവ് പിതാവായ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നീ അവനെ നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. വാക്യം 3, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാകുന്നു. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അതെ, നിത്യജീവൻ, അത് ക്രിസ്തു തന്നെയാണ് നിത്യജീവൻ. ആ ക്രിസ്തുവിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ജീവന്റെ ഉറവിടമായ ക്രിസ്തുവേ എന്ന് നമ്മൾ പാടുമ്പോൾ ആ ജീവൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഈ ദൂതുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ജീവമൊഴികൾ, യേശുവിൻ്റെ മൊഴികൾ ജീവന്റെ മൊഴികളാകയാൽ ആ മൊഴികൾ ക്രിസ്തുവിൽ നിന്ന് നമ്മളിലേക്ക് രശ്മി പോലെ പതിയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ജോൺ ബെനിയൻ എഴുതിയ പരദേശി മാഷേത്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു കാലത്ത്, ഒരു സമയത്ത് വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഒരു ഗ്രന്ഥം അത് പിൽഗ്രിം പ്രോഗ്രസ്, മോക്ഷയാത്ര എന്ന് പറയുന്ന ജോൺ ബെനിയൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമായിരുന്നു. അതൊക്കെയും ആ പുസ്തകങ്ങളൊക്കെയും നമ്മൾ പല അവസരങ്ങളിൽ പല സന്ദർഭങ്ങളിൽ വായിച്ചിട്ടുണ്ടാവാം. ആ പുസ്തകത്തിൽ നാശപുരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, മോക്ഷപുരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നാശപുരിയിൽ നിന്ന് മോക്ഷപുരിയിലേക്ക് ഒരു സിയോൻ സഞ്ചാരി ഇങ്ങനെ യാത്ര പോവുകയാണ്. നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്ക് യാത്ര പോകുന്ന ആ സഞ്ചാരി, ആ ക്രിസ്ത്യാനി, ആ സഞ്ചാരി പോകുന്ന വഴിയാത്രയിൽ ഒത്തിരി പ്രലോഭനങ്ങൾ, അവനെ പുറകോട്ട് പിടിക്കത്തക്കോണമുള്ള ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട് വഴിയാത്രയിൽ.
കണ്ണഞ്ചിക്കുന്ന ചില കാഴ്ചകൾ അവൻ്റെ മുമ്പിൽ ശത്രു ഇങ്ങനെ കാണിക്കുകയാണ്. അതേ, അവൻ്റെ യാത്ര തടസ്സപ്പെടുത്തുന്ന പല ഒബ്സ്റ്റക്കിൾസ്, പ്രതിസന്ധികളെന്ന് ഞാൻ പറയട്ടെ, അവൻ്റെ മുൻപിൽ കാണുന്നുണ്ട്. എതിർപ്പുകളുണ്ട്. അത് അനുകൂലമായി കണ്ണഞ്ചിപ്പിക്കുന്ന, പുറകോട്ട് പിടിക്കുന്ന ചില ചിന്തകളുണ്ട്. ഇവൻ്റെ യാത്ര മോക്ഷപട്ടണത്തിലേക്ക് ഇവൻ യാത്ര ചെയ്യുകയാണ്. നാശപുരിയിൽ നിന്ന് അവൻ പോവുകയാണ്. ജോൺ ബെനിയൻ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ എന്താണ് ഈ ക്രിസ്ത്യാനി ചെയ്യുന്നത്? എന്താണ് ക്രിസ്ത്യാനി ചെയ്യുന്ന വാക്കുകൾ? അവൻ ഒരു മന്ത്രോച്ചാരണം പോലെ, അങ്ങനെ ഞാൻ പറയുന്നത് ക്ഷമിക്കണം, അവൻ പറയുന്നൊരു വാക്കുണ്ട്, ലൈഫ്, എറ്റേണൽ ലൈഫ്, ജീവന്, നിത്യ ജീവന് എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ പോകുന്ന ഒരു യാത്ര നമ്മൾ കാണുകയാണ്. ജീവിതത്തിൽ ഒത്തിരി യാത്ര ചെയ്ത് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളെ, ചിലരെ മോക്ഷപുരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഈ ദിവസങ്ങളിലായിരിക്കാം. ചിലര് ഒത്തിരി മൈലുകൾ താണ്ടിയിരിക്കാം. ചിലർ ഒത്തിരി ദിവസങ്ങൾ, ഒത്തിരി വർഷങ്ങൾ നീണ്ടിരിക്കാം. ചിലർ ജസ്റ്റ് പുറപ്പെടുകയായിരിക്കാം. ഈ പുറപ്പെടുന്നവരെല്ലാവരും തന്നെ മോക്ഷപുരിയിലേക്ക് ഉള്ള യാത്രയിൽ നമ്മൾ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ, മോക്ഷപുരിയിലേക്കുള്ള യാത്രികനാണ് നമ്മളെല്ലാവരും ഒരു യാത്രികരാണ്. നമ്മളിങ്ങനെ മുൻപോട്ട് പോകുകയാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മെ വഴി കാണിച്ചു തരുന്ന വഴികാട്ടി എന്താണ്? ഞാനിത് പറയുമ്പോൾ അതേ വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വേണ്ടി വന്ന ചരിത്രത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരു വാക്ക് ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവരിങ്ങനെ പോവുകയാണ്. ആ വിദ്വാൻമാർ യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ ഇങ്ങനെയാണ്: മുള്ളുമുരുട് മൂർഖൻ പാമ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ, താഴ്വരകളിലൂടെ, മലകളിലൂടെ, അതേ അവയൊക്കെയും താണ്ടി വനാന്തരങ്ങളിലൂടെ, അതേ ചുട്ടുപഴുത്ത മണൽത്തരികളിൽ പാദങ്ങൾ സ്പർശിച്ചുകൊണ്ട് വനാന്തരങ്ങളിലൂടെ, അതേ ഞങ്ങളിങ്ങനെ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്? ഞങ്ങൾക്ക് യേശു ഇരിക്കുന്ന സ്ഥലം, യേശുവിൻ്റെ മുൻപിൽ ഒരു ആരാധന അർപ്പിക്കണം. അതുകൊണ്ട് അവരിങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് അവർ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ വചനം ഞാൻ പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികൾ, ഇത്ര വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. ലൈഫ്, എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇങ്ങനെ യാത്രക്കാരായി നമ്മൾ പോവുകയാണ്. ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്. നിത്യജീവൻ ക്രിസ്തുവാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനിതനായി അവതരിച്ചു, ജീവൻ ബലി കഴിച്ചു, തിരുനിലവും ദിവ്യഭോജവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുഷ്യനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിലവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു.
ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം.